നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വിവാദങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം വലിയ വാദപ്രതിവാദങ്ങൾക്കൊന്നും വന്നില്ല. പക്ഷേ നിഗംബോധ്ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിതയെരിയുമ്പോഴും പുകയുന്നത് വിവാദം തന്നെ. മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അപമാനിച്ചു എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെല്ലാം മൻമോഹൻ സിംഗിനെ കോൺഗ്രസ്സാണ് അപമാനിച്ചത് എന്ന ആരോപണം ഉന്നയിക്കുന്നു BJP. ഈ ഘട്ടത്തിൽ ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത് ഈ വിഷയം. മൻമോഹൻ സിംഗിനെ അറിയാതെ പോയോ ഇന്ത്യ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ കുഞ്ഞു മുഹമ്മദാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, മരണത്തിലും ഒരു രാഷ്ട്രീയ വിവാദം മുറുകുന്നതിന് ശ്രീ കുഞ്ഞു മുഹമ്മദ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൊയ്തീൻ കുഞ്ഞു മുഹമ്മദിനോടൊപ്പം ചേരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കേൾക്കാമോ? യെസ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിവാദം ആവശ്യമായിരുന്നോ അനാവശ്യമായിരുന്നോ? ഇത് വിവാദം എന്ന് പറയാനൊക്കത്തില്ല സാറേ. കാരണം അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും നമ്പർ 1 പ്രധാനമന്ത്രിയായിരുന്നു. 5 വർഷക്കാലം അദ്ദേഹത്തിന് അഴിമതിയായിട്ട് അയാളെ ചിത്രീകരിച്ചെങ്കിലും എല്ലാം അയാള് വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷമല്ലേ അയാൾ അന്തരിച്ചേക്കുന്നത്. അയാൾ നിരപരാധിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ രാജ്ഘട്ടില് 5 സെന്റ് ഭൂമി, അയാളെ ഒരു ശവ സംസ്കാരം നടത്താനുള്ള സ്ഥലം രാജ്ഘട്ടിൽ എന്തുകൊണ്ട് കൊടുത്തില്ല? അത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കൊടുക്കാം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അത് കൊടുക്കേണ്ടതാണല്ലോ. അത് കൊടുത്തേ ഒക്കൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ എടുത്ത ഒരു തീരുമാനമാണ് അവിടെ ഇനി ആർക്കും കൊടുക്കണ്ടെന്നുള്ളത്. അതിനെ കവച്ചു വെച്ചുകൊണ്ട് ഭാരതത്തേക്ക് അവിടെ എന്തുകൊണ്ട് സ്ഥലം കൊടുത്തു? അതുപോലെ മൻമോഹൻ സിംഗിനും കൊടുക്കേണ്ടതാണ്. മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അനാദരവ് കാണിക്കുന്നു എന്ന നിലപാടാണ് മൊയ്തീൻ കുഞ്ഞിനുള്ളത്, അല്ലേ? വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങിനിടയിൽ പതാക കൈമാറുമ്പോഴും ഗൺസല്യൂട്ട് നടക്കുമ്പോഴും ഒന്നും വേണ്ട രീതിയിലൊരു ആദരമുണ്ടായില്ല, പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്നില്ല എന്നൊക്കെയാണ് ആരോപണമായി വരുന്നത്. ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു പോത്തങ്കോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണന് എങ്ങനെയാണ് തോന്നുന്നത്? മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങിൽ കാണുന്നത് മുഴുവനും പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ്. ദൂരദർശനാണ് അവർ ഇതിനുള്ള സംപ്രേഷണ അധികാരം കൊടുത്തത്. വേറെ കുടുംബാംഗങ്ങളെ കാണിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളെ ശ്രീ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമസ്കാരം. അല്ല, ഇതിപ്പോ ഇവർക്ക് കുറച്ചു കാലമായിട്ട് ഗവൺമെന്റിനെതിരെ വാദിക്കാനായിട്ടൊരു പ്രത്യേകിച്ചൊരു ഒന്നുമില്ല. ഇവർക്ക് പ്രത്യേകിച്ച് വാദിക്കാനായിട്ടൊന്നുമില്ല. ഇപ്പൊ ഒരു കാരണം കണ്ടെത്തിയെന്നുള്ളത് ഇത് അധികാലമൊന്നും നിൽക്കാൻ പോകുന്നില്ല. പിന്നെ മുൻപുള്ള പ്രധാനമന്ത്രിമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ഇദ്ദേഹത്തിന് കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ഒരു കൊടുക്കാതിരിക്കുന്നത് ഒരിക്കലും തെറ്റായ ഒരു രീതിയാണ്. അത് ചെയ്യാൻ വയ്യാതെ രാഷ്ട്രീയക്കാരായാലും ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരന് കൊടുക്കണം. പിന്നെ വിവാദം ഇത് 4, 3, 7 ദിവസം കഴിയുമ്പോൾ അടുത്ത വിഷയം വരും, അതിലോട്ട് കിടക്കും. ഇപ്പൊ പിന്നെ ഈ ഗവൺമെന്റിനെതിരെ പറയാൻ ഇവർക്ക് ഒരു ചുക്കുമില്ല. എന്ത് അഴിമതി പറയാനുണ്ടോ? മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും കൊന്നെന്ന് പറയാനുണ്ടോ? വേറെന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ നല്ല കാര്യങ്ങളല്ലാതെ ഇവര് BJP ഗവൺമെന്റ് മോശപ്പെട്ട ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ ഇത്രയും മഹാനായ ഒരു വ്യക്തി മരിച്ച് ആ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നാണം കെട്ട വൃത്തികെട്ടവന്മാരല്ലെങ്കിൽ പിന്നെ ഈ ഒരു വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. അതിന്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ അന്തസ്സായ രീതിയിൽ നടത്തി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു യാത്രയപ്പ് അന്ത്യയാത്ര നൽകണമെന്നുള്ളതല്ലേ നമ്മൾ ചെയ്യാനുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് ഈ സ്മാരകങ്ങളും മറ്റും പണിയണമെന്നുണ്ടെങ്കിൽ ഇനി എത്രയോ സമയം കിടക്കണം. ചർച്ചകൾ നടത്താലോ? അല്ല, അങ്ങനെയല്ല. അതിന് കോൺഗ്രസ് പറയുന്നത് ഈ സംസ്കാരം നടന്നയിടത്ത് അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയാൻ പറ്റുന്നിടത്ത് സംസ്കാരം നടത്തുക. അപ്പൊ ആ സ്ഥലത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു സംശയം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. ഇതിനു മുൻപ് മരിച്ച എല്ലാ പ്രധാനമന്ത്രിമാർക്കും
ഈ അടക്കം ചെയ്ത അതേ സ്ഥലത്ത് തന്നെ സ്മാരകങ്ങൾ പണിഞ്ഞിട്ടുണ്ടോ? അല്ല, അതില് 2-3 കാര്യങ്ങൾ ഇപ്പൊ BJP ഉയർത്തിക്കൊണ്ടുവന്ന് പ്രണബ് മുഖർജിയോട് വേണ്ട രീതിയിൽ ആദരവ് കാണിച്ചില്ല, നരസിംഹറാവുവിനെ വേണ്ട രീതിയിൽ ഡൽഹിയിലെ അടുപ്പിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം, മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം മറ്റാളുകൾക്ക് കിട്ടിയതുപോലെ രാജ്ഘട്ടിലോ സമീപത്തോ അവിടെ ഒരു സംസ്കാര ചടങ്ങ് നടന്നു. പിന്നെ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെയാണല്ലോ പഞ്ചാബ്. പഞ്ചാബ് എന്നല്ലേ, അതൊരു സിഖ് മത ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന പ്രധാനമന്ത്രി അല്ലല്ലോ. അതെ അതെ. ഇന്ത്യയിലുള്ള ഒരു പ്രധാനമന്ത്രിമാർക്ക് മുൻപ് ചെയ്തിട്ടുള്ള ആ നടപടിക്രമങ്ങളൊക്കെ മുൻപ് കുറെ പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിനും ഇതും ചെയ്യേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. ഇതും മാന്യമായ രീതിക്ക് മുൻപ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അല്പം കൂടെ പരിഗണന കൂടുതൽ കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ വിവാദങ്ങള്, ഈ വൃത്തികെട്ടവന്മാര് നമ്മള് ഒരു പൊതുബോധയിലെങ്കിൽ ഈ വൃത്തികെട്ടവൻ എന്നൊക്കെ പറയാൻ വൃത്തിയൊക്കെ ഉള്ള ആളുകൾ തന്നെ ഈ നല്ലവന്മാര്. അത് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയിൽ ഈ ജഗതിയോട് പറയുമ്പോ ജഗതി മഹാനുഭാവന്റെ ശിരസ് വിളർന്ന് അന്തരിക്കണേ എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രയോഗമായി. ഏത് കാര്യത്തിനാണ് പിന്നെ തമ്മിലടിക്കാത്ത പ്രശ്നം ഉണ്ടാക്കാത്ത? ഏത് കാര്യത്തിനാണ്? ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് അങ്ങോട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം തുടങ്ങൂലി തമ്മി കുത്തക്കാം. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷക കൂടി എനിക്കൊപ്പം ചേരുന്നു, ശ്രീമതി ലക്ഷ്മി പാലക്കാട് നിന്ന് വിളിക്കുകയാണ്. പാലക്കാട് എവിടെ നിന്നാണ് ശ്രീമതി ലക്ഷ്മി വിളിക്കുന്നത്? കേൾക്കാമോ ലക്ഷ്മി? എനിക്കൊന്ന് ടെലിവിഷൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ലക്ഷ്മിയിലേക്ക് ഞാൻ മടങ്ങി വരാം. മിനി എന്നൊരു പ്രേക്ഷക വിളിക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ശ്രീമതി മിനിക്ക് കേൾക്കാമോ? കേൾക്കാം സാർ. ശ്രീമതി മിനി എങ്ങനെയാണ് ഈ വിവാദത്തെ കാണുന്നത്? മൻമോഹൻ സിംഗിനോട് നമ്മുടെ രാജ്യം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ അനാദരവ് കാണിച്ചു എന്ന് മിനിക്ക് തോന്നിയോ? എനിക്ക് തോന്നുന്നില്ല സാറേ. കാരണം അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ ബഹുമാനവും കൊടുത്തുള്ള ഒരു സംസ്കാര ചടങ്ങായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മുൻനിരയിൽ ഭാര്യയ്ക്കോ മൻമോഹൻ സിംഗിന്റെ ഭാര്യ ഗുർഷരനോ മക്കൾക്കോ അങ്ങനെ 3 സീറ്റുകൾ മാത്രമാണ് കൊടുത്ത്, കുടുംബാംഗങ്ങളെ കൊണ്ടുവന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതൊക്കെ ശ്രീമതി മിനി എങ്ങനെയാണ് കാണുന്നത്? സാറേ, അത്രയും ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാ അംഗങ്ങളെയും അവിടെ ആണെങ്കിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, അങ്ങനെ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തില് അദ്ദേഹത്തിന് വേണ്ടുന്ന ബഹുമാനം കൊടുത്ത് നടത്തുന്ന ഒരു ചടങ്ങ്. അതിന്റെ ഇടയ്ക്ക് ഈ മാതിരി ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നിന്റെയും കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാറേ. കാരണം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും, പിന്നെ സ്മാരകത്തിന്റെ കാര്യമാണെങ്കിലും അവര് പറയുന്നുണ്ട്, പിന്നെ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തോ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതൊരു ഇഷ്യൂ ആക്കാതെ ഇത്രയും നല്ലൊരു വ്യക്തിയുടെ മരണം, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ റെസ്പെക്റ്റും കൊടുത്തപ്പോ ഇത് ഇവർ വെറുതെ ആവശ്യമില്ല. ഞാനൊരു രാഷ്ട്രീയ കാര്യമൊന്നുമല്ല കേട്ടോ, എന്നാലും അതിന്റെ ഒരു സാധ്യത ഇല്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. വളരെ കൃത്യമാണ് ആ അഭിപ്രായം. ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ശ്രീ ദാസന് എന്ത് തോന്നുന്നു? ഈ കുടുംബത്തിനെ ഒന്നും ടി വിയിൽ കാണാൻ കഴിയുന്നില്ല, പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും മാത്രമേ ഉള്ളൂ, അതായിരിക്കുമോ കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്? ഇതൊന്നും ഒരു വിവാദത്തിന്റെ കാര്യമില്ല മനു. കാര്യം എല്ലാ തരത്തിലും ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു, ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കരിച്ചു, പിന്നെ ഇന്നാൾ കല്യാണം നടക്കുന്നത് ഈ എല്ലാവരും പിന്നെ സ്വീകരിക്കാൻ. ഇതൊക്കെ വളരെ കാരണത്തിന് വേണ്ടി കാരണം ഉണ്ടാക്കുക. പിന്നെ ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു SC/ST കാരനും ഇവിടുത്തെ രാഷ്ട്രപതിയും എല്ലാം മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ. പിന്നെ ഇവർക്ക് പ്രത്യേക കൊമ്പൊന്നുമില്ല, എല്ലാവരും കണക്കാം. ഇവിടുത്തെ സാധാരണ ഈ ദാസനും ഈ രാഷ്ട്രപതിയും എല്ലാവരും ഒരേപോലെ. ഈ പ്രത്യേക വിവാദമാക്കുന്ന കോൺഗ്രസ്സുകാർക്ക് കാരണത്തിന് വേണ്ടി കാരണം ഉണ്ടാക്കുക. ഇത് ശരിയില്ല, ഇത് ഒരു അമാന്യമായ അല്ല. പക്ഷെ അതിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്, അങ്ങനെ SC/ST എന്ന് പറഞ്ഞാൽ അങ്ങനെ രാജ്യത്ത് താഴെയുള്ള ആളൊന്നും അല്ല. SC/ST എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമകളാണ്, ഈ നാടിന്റെ സംസ്കാരവും. അപ്പൊ അതല്ല, സാധാരണക്കാർ എല്ലാവരും ഒരേപോലെ എന്ന തരത്തിൽ അങ്ങനെയൊന്നും ആരും കാണാൻ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇനി അനുവദിച്ചുകൂടാ, നമ്മൾ അനുവദിച്ചുകൂടാ. എല്ലാവരും ഒരേപോലെ കാണണം. ഇവിടെ എല്ലാവർക്കും പ്രത്യേക ആൾക്ക് പരിഗണന. ഒരാള് സാറ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിളിക്കാൻ പാടില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും സാറൊന്നും വിളിക്കാൻ പാടില്ല. എല്ലാ സമന്മാരും പിന്നെ പ്രത്യേക ഒന്നുമില്ല.
ശരി. ഓക്കെ ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോസഫ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫ്, കേൾക്കാമോ? കേൾക്കാം. അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ശ്രീ ജോസഫ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം സ്ഥിരമായി ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ഒരാളായിരിക്കാം. എങ്ങനെയാണ് താങ്കൾ ഈ വിവാദത്തെ നോക്കിക്കാണുന്നത്? ജയറാം രമേശാണ് ഈ വെടി ആദ്യം പൊട്ടിച്ചത്, BJP തിരിച്ചടിച്ചു, കോൺഗ്രസ്. പ്രേക്ഷകനായിരുന്നു. 1.5 കൊല്ലമായിട്ട് ഞാൻ റെസ്റ്റാണ് അപകടം പറ്റുക. അതുകൊണ്ട് ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ട് പരിപാടി വീണ്ടും. ഞാൻ പറയാനുള്ളത്, ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ എക്കണോമിസ്റ്റുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മറയാക്കിയിട്ട് ആ കാലത്തെ ഏറ്റവും കൂടുതൽ അഴിമതികൾ കോൺഗ്രസിലും മറ്റുള്ളവർ നടത്തുകയുണ്ടായി. പിന്നെ ഈ മിനിമം പ്രോഗ്രാം സപ്പോർട്ട് മിനിമം പ്രോഗ്രാം LDF മുന്നോട്ട് വെച്ചിട്ട് അവരെ കയറുമ്പോ പിടിച്ച് മൂക്കമ്മ പിടിച്ചിട്ട് നടത്തിച്ച വളരെ വലിയ പരിപാടി നടപടികൾ നടപ്പാക്കിയതിന്റെ പിന്നെ CPM നല്ല പങ്കുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഒരു സങ്കടം പറയാനുള്ളത്, ഞാൻ ഇന്നലെ നമ്മുടെ 2 കോൺഗ്രസ് യുവാക്കളെ കൊന്ന കേസിലെ വിഷയത്തിൽ ഞാൻ അവർക്ക് അനുകൂലം സംസാരിച്ചു. എല്ലാ കൊല്ലത്തിനും ഞാൻ എതിരാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ അതേസമയം 40-60% വിക്ടിംസ് CPM-കാരാണ് കേരളത്തിൽ. SFI ആണെങ്കിൽ 38 ആകെ 40 പേരുടെ മരിച്ചിരിക്കും, 38 SFI-കാരെ മരിച്ചിരിക്കണം ക്യാമ്പസ്. അതല്ലേ എനിക്കുള്ള പ്രയാസം എന്താണെന്നറിയാമോ? ഞാൻ അതിലൊന്നും അങ്ങേ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പൊ അങ്ങനെ പറയാം, ഞങ്ങളുടെ ആളുകളെയും കൊല ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണെന്നേ. അല്ല അത് കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങ് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഒരു മന്ത്രി കേരളത്തിന്റെ പറയുകയാണ് 1, 2, 3, 4 ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ ഞെക്കിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു. ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് ചേർന്ന ഒരു പ്രയോഗമാണ്. ഇത് ചെയ്തിട്ട് പറയാ ഞങ്ങൾക്ക് അതിനോടൊക്കെ വിയോജിപ്പാണ്. 1, 2, 3, 4 ഞാൻ അവിടെ ചെന്നു. ശ്രീ ജോസഫ് ആ കഥ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച് ഞാൻ അവിടെ ചെന്നു. ഈ ആരാടി അഞ്ചേരി ബേബിയൊക്കെ ഈ 1, 2, 3, 4 ആളുകളെന്ന് അന്വേഷിക്കാൻ ഞാൻ ചെന്ന്. പാവപ്പെട്ട അമ്മമാർ കരയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് മകനെ കൊന്നത്? അവർക്കറിയില്ല. ഞാൻ ആ വഴി മടങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ വണ്ടി തടുത്ത് നിർത്തി. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു JSS പ്രവർത്തകരാണ്. എനിക്ക് മനസ്സിലാകത്ത എന്ത് രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ CPM-നോട് JSS. ഞാൻ CPM-നെ മാത്രം കുറ്റം പറയില്ല. JSS പ്രവർത്തകയായ ആ സ്ത്രീയുടെ ഭർത്താവിന് കുട്ടിച്ചെന്നോ മറ്റോ ആണ് പേര്, കുത്തിക്കൊന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എങ്ങനെ? അപ്പോൾ ഒരു കുടിൽ വീട്, 3 പെൺമക്കൾ. ഗൗരിയമ്മ അധികാരത്തിൽ വന്നപ്പോൾ ആ സ്ത്രീക്ക്, ആ മക്കളിൽ ഒരാൾക്ക് ഒരു തൂപ്പുകാരിയുടെ മറ്റോ ജോലി ഒരു ടെമ്പററി അടിസ്ഥാനത്തിൽ അവിടെ കൊടുത്തു. എവിടെ? കൃഷി വകുപ്പിൽ. അതും എത്ര ദൂരം യാത്ര ചെയ്യണം. ഈ ഇടത് സർക്കാർ വന്നപ്പോൾ ആദ്യം ആ കുട്ടിയെ പിരിച്ചുവിട്ടു. ഇതാണ് വന്നിട്ട് കൊലപാതകത്തിന് ഞങ്ങൾ എതിരാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ വിശ്വാസമില്ല, നിങ്ങളെയും വിശ്വാസമില്ല. ഈ വെള്ളരിപ്രാവുകൾ എന്ന് പറയുന്ന ഞാൻ ആ ധീരജിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് യൂത്ത് കോൺഗ്രസിനെയും വിശ്വാസമില്ല, ഇതുപോലെ RSS-നെയും വിശ്വാസമില്ല. കൊലയാളികളെ ട്രെയിൻ ചെയ്യിക്കുക, എന്നിട്ട് കൊണ്ടുപോയി കുത്തിക്കൊല്ലുക. എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ കൃപേഷിനെ കുറിച്ച് ഓർക്കണ്ട, ശരത് ലാലിനെ കുറിച്ച് ഓർക്കണ്ട, അവർ നിങ്ങളുടെ പാർട്ടിക്കാരല്ലല്ലോ. ഞാൻ ആ പീതാംബരൻ്റെ വീട്ടിൽ പോയി. ഞാൻ ആ പീതാംബരൻ്റെ വീട്ടിൽ ആ കൊല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചെന്നപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ഭാര്യ, ചെറിയൊരു കുഞ്ഞു മകൾ, അവരുടെ ഒരു അമ്മ, ആ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ അതേ മുഖം, ആ കുട്ടിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അതേ മുഖം. ആ കുഞ്ഞ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് സ്കൂളിൽ. ആ കുഞ്ഞിനോട് നിങ്ങൾക്ക് എന്താ മറുപടി? തൻ്റെ അച്ഛൻ ഒരു കൊലകാരനാണെന്ന് ലോകം വിളിച്ചു പറയുകയാണ്. ആ കുഞ്ഞ് എന്നോട് പറഞ്ഞാണ്, എൻ്റെ അച്ഛൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ഞാനതിനെ എതിർക്കില്ല. പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു കൊലകാരനായിരുന്നില്ലെന്ന്. അയാളെ കൊലകാരനാക്കി മാറ്റിയത് ആരാണ്? എന്തിനാണ് ഈ സംഭവം? ആ കുഞ്ഞിനോട് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഈ മണി എന്ന് പറയുന്ന ആള് വലിയ വിദ്യാഭ്യാസമ്പന്നയാണ്. ആള് പറഞ്ഞാണെങ്കിൽ എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനെ എതിർക്കണം വരുത്തുന്നു. പക്ഷെ അവിടെ തന്നെ 3 പേരെ CPM-കാര് കൊന്നിട്ടുണ്ടെങ്കിൽ 4 പേരെ CPM-കാരെ കൊന്നിട്ടുണ്ട് അവിടെ. ഈ സുധാകരൻ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ പറ്റിയിട്ടാ പറഞ്ഞത്. അയാൾ ബോംബിന്റെ ഒരു പ്രദർശനം നടത്തി ഒരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ എന്തിനെ വേണ്ടിയിട്ട് കോൺഗ്രസ് ഓഫീസിൽ. നിങ്ങൾ ഒട്ടും പുറകിലല്ല, ആരും പുറകിലല്ല. നമ്മൾ പറയുന്ന എല്ലാവരും പുറകാണ്, എല്ലാ തെറ്റുകളി. ഓഫീസിൽ ഉണ്ടാക്കുന്നു, നിങ്ങൾ വനപ്രദേശത്ത് കൊണ്ടുപോയി ഉണ്ടാക്കുന്നു. ബോംബ് പൊട്ടി മരിച്ച ആളുകളെ പ്രതിരോധത്തിന്റെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ് ആചരിക്കുക.
എന്തൊരു ജനാധിപത്യ നാടാണ് അത് നമ്മൾ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ ഈ മരിച്ച പല ആളുകളുടെയും വീട്ടിലേക്ക് പോയിട്ടുണ്ട്, കൊന്ന ആളുകളുടെയും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരൊന്നും ഇത് പെട്ടുപോകുന്നതാണ് ഈ മനുഷ്യൻ ഇതിലേക്ക്. ആളുകൾ നേതൃത്വം തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടിറക്കി വിട്ട് നിങ്ങളുടെ അധികാര കസേരകൾ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ബലിയാടാക്കിയവരാണ് ഈ കൊന്നവനും കൊല്ലാൻ പോയവനും. നിങ്ങളെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാൻ അനുവദിക്കൂ പ്ലീസ്. ഞാൻ ഒരു കസ്റ്റമർ സൂപ്പർമായിട്ട് ജോലി ചെയ്ത ആളാണ്. ഞാൻ BRC നേരത്തെ പോകുമ്പോൾ നേരത്തെ പ്രമോഷൻ കിട്ടിയില്ല കൊണ്ട് സുഖമില്ലാണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ ക്ലബിൽ ദേശാമനി വായിക്കുന്നവര് പഴയ കാലത്ത് ലക്ഷലേറ്റിൽ കാണാൻ പറ്റിയ ആൾക്കാർ കാണാം. ദേശാമനി വായിക്കുന്നവരെ സംശയത്തോട് വീക്ഷിക്കുക. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? ഏതായാലും നമുക്ക് ശ്രീ ജോസഫ് ഈ കൊലപാതകങ്ങളെ എതിർക്കാൻ, ഈ കുടുംബങ്ങളെ കണ്ണീരിലാക്കുന്ന പ്രവണതയെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കുക. എല്ലാ രാഷ്ട്രീയക്കാരോടും ഒരേ സ്വരത്തിൽ പറയാം, മതി, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയ്ക്കില്ല. നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്കുകൾ ഇനി വേണ്ട, ഇനി കൊല്ലാൻ നമുക്കിത് നിർത്താം എന്ന് ആദ്യം ഓരോരുത്തരും സ്വന്തം നേതാവിനോട് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. അല്ലാതെ അവർ നമ്മളെക്കാൾ കൊന്നിട്ടുണ്ട് കേട്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ആ കണക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ശ്രീ ജോസഫ്, എത്ര ഉച്ച വെച്ചാലും പാവപ്പെട്ടവന്റെ തല രണ്ടായി കീറുന്ന രാഷ്ട്രീയത്തിനോ ഈ കേരളത്തിൽ ആരും പിന്തുണ നിൽക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളുടെ ആ നീക്കത്തെ കേരളത്തിലെ സാമാന്യ പൊതുജനം പിന്തുണയ്ക്കുന്നില്ല. ഇവിടുത്തെ സ്ത്രീകൾ അത് ആഗ്രഹിക്കുന്നില്ല, ഇവിടുത്തെ കുട്ടികൾ അത് കാക്ഷിക്കുന്നില്ല. നിങ്ങൾ എത്ര ഉറക്ക ബഹളം വെച്ചാലും വേണ്ട എന്ന് കേരളം, ഇന്ത്യ ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒന്നാണ് ഈ വർഗീയ കൊലപാതകവും രാഷ്ട്രീയ കൊലപാതകവും. ഇത് ആ വിഷയമല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ അതിലേക്ക് തർക്കിക്കേണ്ട. ശ്രീ ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഇത് മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇന്നലത്തെ വിഷയത്തിൽ പല ആളുകൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. അതുകൊണ്ട് ദേഷ്യമല്ല, അവരുടെ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അവർ പ്രകടമാക്കുകയാണ്. പക്ഷേ ഒരു കണക്കിന് എനിക്ക് അവരോട് അത് അംഗീകരിക്കാനും നിർവാഹമില്ല. ഏതായാലും ആ വിഷയം നമുക്ക് മാറ്റി നിർത്താം. ശ്രീ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ശ്രീ ബി ജയകുമാർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. ഇത് നേരത്തെ തന്നെ കോൺഗ്രസിന് അറിയാമായിരുന്നു. ബഹുമാനപ്പെട്ട മോദി ഇതേ ചെയ്യുള്ളൂ എന്ന് കോൺഗ്രസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഈ മൻമോഹൻ സിംഗ് സാറ് ആരുടെയെങ്കിലും വാ തുറന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ സംസാരിച്ചു. സാറിന് അറിയായിരുന്നുണ്ട് പാർലമെന്റിനകത്ത് മോദി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം വലം വിടാതെ ബഹളം ഉണ്ടാക്കിയത് ഏക വ്യക്തി. ഇത്രയും ശക്തിക്ക് ഇത്രയും ദേഷ്യം ഇദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ചില വാക്കുകളെ ഖണ്ഡിച്ചപ്പോഴത്തേക്കാണ് ജനത്തിന് മനസ്സിലായത്. അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ നമുക്കറിയാം. ഒന്ന്, രണ്ടാമത് ഒരു അഴിമതിയും ചെയ്യാത്ത ഒരു BJP-ക്കാരാണ് അതിനകത്ത് ഇരിക്കുന്നത്. ആയിരക്കണക്കിന് അഴിമതി ഉണ്ടെങ്കിലും ഒരൊറ്റ ചെറുത് മാത്രം, ലോകത്താരും ചെയ്യാത്ത ഒരു ചെറിയ അഴിമതി മാത്രം പറയാം, ഈ ശവപ്പെട്ടി കൊമ്പുകോണം. അത് ജോർജ് ഫെർണാണ്ടസിനെതിരെയുള്ള ആരോപണമാണ്. BJP അല്ല, BJP ചെയ്തല്ലേ? BJP സർക്കാർ, NDA. ജോർജ് ഫെർണാണ്ടസ് ആണ് പക്ഷെ മന്ത്രി. BJP NDA അല്ലേ ഭരിക്കുന്നത്? അന്ന് വന്ന് ഉയർന്നാണ്. പക്ഷെ ജോർജ് ഫെർണാണ്ടസിനെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു കേട്ടോ. അതും അങ്ങനെ അഴിമതിക്കാരനൊന്നും അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയില്ല, ഇതെല്ലാം നമ്മൾ ആളുകളെ പുറത്തുനിന്ന് കാണുന്നതല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു, ജനാധിപത്യ വിശ്വാസിയായിരുന്നു, ജനകീയനായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ആരോപണം. പക്ഷെ ഞാനന്ന് അത്ര ചെറുപ്പമായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഞാൻ വിശദമായി അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം വന്നിരുന്നുവെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നു. പകല് പോലെ മിലിറ്ററിക്കാർക്ക് കാണാമെന്ന് പറഞ്ഞൊരു കണ്ണാടി രാത്രിയും പകല് പോലെ കാണാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്ത് ഒരു തരത്തിൽ ഒന്നും കാണാൻ വയ്യാതെ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുന്നു. ഈ സർക്കാർ ചെയ്ത പരിപാടിയാണ്. നോട്ട് നിരോധനം നടത്തി. കംപ്ലീറ്റ് പൈസയും സഹാക്കന്മാരെ BJP-ക്കാരെ ആൾക്കാരെ കയ്യിലായി. അതിനെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഓർഗനൈസ്ഡ് ലൂട്ട്, ലീഗൽ പ്ലണ്ടർ അല്ലേ? അതെ. പിന്നെ ഉള്ളത് നമുക്കറിയാലോ, ഇവിടെ തന്നെ അറിയാലോ, ഹവാല കേസ്, പിന്നെ ഈ തമ്മിലടി. ഇപ്പൊ തന്നെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നിടത്ത് ഒരു ടീം എഴുതി പോടും. അപ്പൊ അവർക്ക് എന്ത് ചെയ്താലും ഇതെല്ലാം കോൺഗ്രസിന്റെ അല്ലല്ലോ. കോൺഗ്രസ് എന്താ ആവശ്യപ്പെട്ടത്? ഇദ്ദേഹത്തിന് ഒരു രാജ്യം അംഗീകരിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ ഒരു ബഹുമാനം കൊടുത്തിട്ട് ഇത് ചെയ്യണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. അതിനി 16 കഴിഞ്ഞ് ചെയ്യാം, 41 കഴിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. പക്ഷെ കോൺഗ്രസും അത്ര മോശപ്പെട്ട ആളല്ല കേട്ടോ. ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം അവമാനിച്ചു എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. BJP-യുടെ ആരോപണം മാത്രമല്ല കേട്ടോ. ഞാൻ ഈ അടുത്ത് മൊണ്ടേക് സിംഗ് അലുവാലിയുടെ ഒരു പുസ്തകത്തിൽ അത് വായിച്ചു. മൊണ്ടേക് സിംഗ് അലുവാലിയ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നു. മൊണ്ടേക് സിംഗ് അലുവാലിയ പറയുന്നത് അതാ ഈ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന്റെ ഓർഡിനൻസ് വലിച്ചു കീറിയല്ലോ,
അത് വല്ലാതെ അദ്ദേഹത്തെ വേദനിപ്പിച്ചുവെന്നും താൻ രാജിവെക്കാൻ പോവുകയാണെന്നും മൊണ്ടേക് സിംഗ് അലിവാലിയോട് പറഞ്ഞുവെന്നും രാജിവെക്കണ്ട എന്ന് താനാണ് ഉപദേശിച്ചത് എന്ന് മൊണ്ടേക് സിംഗ് അലിവാലിയ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു എന്നും മൊണ്ടേക് സിംഗ് അലിവാലിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിലാണ് ഈ മൊണ്ടേക് സിംഗ് അലിവാലിയ ഇത് വ്യക്തമാക്കുന്നത്. അതായത് ഇന്ത്യാസ് ഗ്രോത്ത് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പുസ്തകം. അപ്പോൾ ബാക്ക് സ്റ്റേജ് ഇന്ത്യാസ് അന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇന്ത്യാസ് ഗ്രോത്ത് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ തലക്കെട്ട്. ഏതായാലും അങ്ങനെ ചെയ്തു. പക്ഷേ ഞാനിപ്പം വേറൊരു ഇത് വായിച്ച അന്ന് ഈ അതായത് രാഷ്ട്രീയ നേതാക്കൾ എന്തെങ്കിലും തരത്തിൽ കോടതി വിധികൾ വന്നാൽ അവർ പെട്ടെന്ന് അയോഗ്യരാകുന്നതിന് തടയുന്നൊരു ഓർഡിനൻസാണ് അന്നത്തെ സർക്കാർ കൊണ്ടുവന്നിരുന്നത്. ആ നിയമം ഇപ്പോൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഗുണമായേനെ എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇത് പല തർക്കങ്ങൾ ഉണ്ട്. BJPയും അത് ഉയർത്തുന്നു, ഇപ്പോൾ അത് മറ്റാളുകളും ഉയർത്തുന്നു. ഏതായാലും അത് വൻ കൊള്ള. അത് ഇതുപോലെയുള്ള ഒരു ഇതല്ലല്ലോ, ഇതുപോലെയുള്ള ഈ 2 കൊല്ലത്തിൽ കൂടുതൽ ശിക്ഷ അങ്ങനെയുള്ള ഒരു കേസല്ല. അത് മറ്റേ ഇത് വൻ കൊള്ളയും അത് ഇതൊക്കെ നടത്തുന്ന അങ്ങനെ വരുന്ന ശിക്ഷയില്ലേ പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പെട്ടെന്ന് വരുന്ന കോടതി വിധികൾ അവരെ അത് അയോഗ്യരാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ചില സാവകാശം കൊടുക്കുന്ന ഒരു ഓർഡിനൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് അങ്ങനെയാണ്. അതിനെക്കുറിച്ചാണ് മൊണ്ടേക് സിംഗ് അലിവാലിയ പറഞ്ഞത്. ഏതായാലും വ്യക്തമാണ്. അടുത്ത വളരെ നന്ദി. സ്കറിയ ചേരുന്നത് ചെറുപുഴയിൽ നിന്നാണ്. സ്കറിയ എങ്ങനെയാണ് ഈ വിവാദത്തെ കാണുന്നത്? മൻമോഹൻ സിംഗിനെ മൊത്തത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇന്ത്യയിൽ എല്ലാവരും അദ്ദേഹത്തെ പരമാവധി ജീവിച്ചിരിക്കുമ്പോൾ ദ്രോഹിച്ചവരാണ്, അദ്ദേഹത്തെ മനസ്സിലാക്കാത്തവരാണ്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ അംഗീകരിക്കാത്തവരാണ്. അതിൽ കുറേ കോൺഗ്രസും ഉണ്ട്, മറ്റ് ഇടത് പാർട്ടികളും ഉണ്ട്, BJPയും ഉണ്ട്. പക്ഷേ ഇപ്പോഴെല്ലാവരും മൻമോഹൻ സിംഗിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സന്തോഷം. സ്കറിയയ്ക്ക് എന്ത് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച്? നമസ്കാരം മനു. നമസ്കാരം. ഇതിനകത്ത് മൻമോഹൻ സിംഗ് നമ്മുടെ ഇന്ത്യ കണ്ട പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിരുന്നു. പല നിയമങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിവരാവകാശ നിയമം. പാവപ്പെട്ടവർ 10 രൂപ കൊടുത്താൽ ഏത് വകുപ്പിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുള്ള നിയമം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ മൻമോഹൻ സിംഗിന് അനന്തരവ് കാട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മരിച്ച വീട്ടിലേക്ക് ആദ്യം തന്നെ ചെന്നിരുന്നു. അതിന് ശേഷം മന്ത്രിസഭാ യോഗം, പിന്നെ അവരവിടെ വന്നിരുന്നു. പിന്നെ അതിനകത്തൊരു കാര്യമുള്ളത് എന്നാന്ന് വെച്ചാൽ ദേശീയ പതാക മടക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയോ അങ്ങനെയുള്ള ആൾക്കാർ ആരും എഴുന്നേറ്റ് നിന്നില്ല. അപ്പൊ അത് ഒരു ഇതാണ്. സാധാരണക്കാരൻ നമ്മുടെ ദേശീയ പതാകയെ അവമാനിച്ചാൽ അത് കുറ്റകരമാണ്. നേപ്പാൾ രാജാവ് എഴുന്നേറ്റ് വന്നു കേട്ടോ. ഞാൻ മീഡിയക്കകത്ത് കണ്ടെന്നേ ഉള്ളൂ. അപ്പം പുള്ളിക്ക് അന്നത് കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിക്ക് ഇച്ചിരി കൂടെ ഒരു ഇതൊക്കെ കൊടുക്കാമായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വിവാദം ഉണ്ടാക്കി ഇതിനെല്ലാം മറച്ച് കുറച്ച് ആൾക്കാർക്ക് ഈ വിവാദം എന്നൊരു ഇത് അവർ ജനിച്ചു വീണത് തന്നെ വിവാദത്തിലേക്കാണ്. അവർ ആ വിവാദം എന്ന് പറഞ്ഞ സാധനമായിട്ടാണ് വന്നത്. അത് ഈ ജനിച്ച് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ജോസഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒറ്റ കാര്യം പറയാനുണ്ട്. കൊലപാതക രാഷ്ട്രീയത്തിൽ കൊന്ന കോടതി കുറ്റവാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ഒരു നയം CPM-കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രായമായ അച്ഛനുണ്ട്, പ്രായമായ അമ്മയുണ്ട്, കൊച്ചുമക്കളുണ്ട്, ഈ മരിച്ചവർക്കുണ്ട് ഇത് കേട്ടോ. അത് ആ ജോസഫിനോടൊന്ന് ശരിക്കും പറഞ്ഞാൽ, ജോസഫ് കേൾക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്ക് ജോസഫിനോട് തൃശ്ശൂരിൽ നിന്ന് വരാൻ ഞാനാ പറയുന്നത്. അവനെ ഇവിടെ കൊന്ന ആൾക്കാരുടെ അവരുടെ അമ്മമാരുടെ കണ്ണുനീര് ഞാൻ കാണിച്ചു കൊടുക്കാം. അവൻ എന്നിട്ട് ഇതിനകത്ത് കയറി ശരിയാണ്, കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു. അങ്ങനെയുള്ളവനോട് ഈ കണ്ണൂർ ജില്ല ഇങ്ങോട്ട് വരാൻ പറയാം. ബോംബുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാം. നമ്മൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകണ്ട. വളരെ നന്ദി സ്കറിയ. സ്കറിയ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. മുഹമ്മദ് പറയുന്നത് അനാദരവ് കാണിക്കുന്ന BJP രാഷ്ട്രീയം വെപ്രാളം കാരണമാണ്. ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നതിൽ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല എന്ന് മുഹമ്മദ് ആനപ്പാറ പറയുന്നു. അപ്പോൾ ഈ മുഹമ്മദ് ആനപ്പാറയുടെ ഒരു ആക്ഷേപം ഈ അനാദരവ് ഒരു രാഷ്ട്രീയ വെപ്രാളത്തിൻ്റെ ഭാഗമാണ്. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ടേമിലെ പോലെയല്ല. ഇപ്പോൾ പ്രതിപക്ഷം കുറെ കൂടെ ശക്തമാണ്. അതുകൊണ്ട് അവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല എന്ന് ആനപ്പാറയിൽ നിന്ന് മുഹമ്മദ് പറയുന്നു. ശ്രീജിത്ത് P എനിക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു പൊതുവേദിയിലേക്ക്. ഇന്നത്തെ ടോപ്പിക് അത്ര താല്പര്യമുള്ളതല്ല അദ്ദേഹത്തിന് എന്ന് പറയുന്നത്. ഏതായാലും പക്ഷേ ഒരു പ്രധാന കാര്യമാണ് ശ്രീജിത്ത്, നമ്മുടെ മൻമോഹൻ സിംഗ്
ഇന്ത്യയിലെ പുതിയ ഒരു സാമ്പത്തിക രീതി അവതരിപ്പിക്കുന്നതിൽ അന്ന് വലിയ പങ്ക് വഹിച്ചൊരു മനുഷ്യനാണ്. 35 വർഷമെടുത്തപ്പോഴാണ് നമ്മൾ കുറേയൊക്കെ മൻമോഹൻ സിംഗിനെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അത്തരമൊരു മനുഷ്യൻ്റെ വിയോഗം ഒരു വലിയ ആളുകൾക്ക് ചർച്ച ചെയ്യേണ്ട ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീജിത്തിനത് താല്പര്യമില്ലാതായിപ്പോയി, എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങേക്ക് ആ അഭിപ്രായം വയ്ക്കുകയും ചെയ്യും. ജോൺ സ്മിത്ത് പറയുന്നു, ഇപ്പോഴത്തെ പുതിയ ടാക്സിനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു. പുതിയ ടാക്സുകൾ വരുന്നുണ്ട്, പുതിയ നികുതി സമ്പ്രദായമുണ്ട്, അതിലേത് വിഷയമാണ് എന്ന് ശ്രീ ജോൺ സ്മിത്ത് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരുപക്ഷെ അന്നത്തെ ഒരു ടാക്സ് റെജീം വേറെയായിരുന്നു, ഇന്ന് അത് മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. തോമസ് മാത്യുവിന് പക്ഷേ മൻമോഹൻ സിംഗിനെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രിയാണ് എന്ന് ആണ് തോമസ് മാത്യു പറയുന്നത്. സൗമ്യനായ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളോട് പൂർണ്ണമായും ആയിരിക്കാം. നിങ്ങൾ നയങ്ങളോട് വിയോജിക്കാം, ചിലർക്ക് ആ നയം അന്ന് അംഗീകൃതമായിരുന്നില്ല, പിന്നീട് അത് അംഗീകൃതമായി. ഏതായാലും ഇപ്പോഴും ചിലർ ഉദാരവൽക്കരണത്തെയും നവലിബറൽ നയങ്ങളെയും ഒക്കെ ശക്തമായി എതിർക്കുന്നുണ്ട്. കാലം അത് അനിവാര്യമാണെന്ന് കരുതിയ മൻമോഹൻ സിംഗിനോടൊപ്പം വേറൊരു തലമുറയും നിൽക്കുന്നുണ്ട്. ഏതായാലും അതാണ് അത് സംബന്ധിച്ച വിഷയം. ശ്രീ തിലകൻ വിളിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ശ്രീ തിലകൻ, ശ്രീ തിലകൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ? സാറേ, ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ഒറ്റയാൾ പോരാളിയാണ്. ഒരുപാട് ഒറ്റയാൾ സമരങ്ങളെ ചെയ്തിട്ടുണ്ട് സാർ, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട്. എന്തിനാണ് പ്രധാനമായും എന്താണ് സമരം? എനിക്ക് എന്താ സാറേ, എന്തൊക്കെ വിഷയങ്ങളിലാണ് പ്രധാനമായി സമരം ചെയ്യുന്നത്? ഞാൻ പ്രധാനമായി സമരം ചെയ്തു തുടങ്ങിയത് ആദ്യമായിട്ട് നമ്മുടെ മറ്റേ MP-മാർക്കൊക്കെ ശമ്പള വർധന ഉണ്ടായ സമയത്ത് കോമൺവെൽത്ത് ഗെയിംസ് ഇല്ലേ, ഈ കോമൺവെൽത്ത് ഗെയിംസിൽ പട്ടികവർഗക്കാരുടെ ഫണ്ട് എടുത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഓർക്കണ്ടോ സാർ? അപ്പൊ അന്ന് അങ്ങനെ സമരം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കല്ലിവെച്ചാട് എന്ന് പറയുന്ന ദ്വീപുണ്ട് ഞങ്ങളുടെ ഇവിടെ, കല്ലിവെച്ചാട് ദ്വീപ്. ആ കല്ലിവെച്ചാട് ദ്വീപിലേക്ക് ഒരു പാലം വരുന്നതിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് കേരളത്തിൽ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ശ്രീ തിലകൻ, ഈ ഒരു സമരം ചെയ്യുമ്പോൾ കൂടുതൽ ആളെ കൂട്ടുക എന്നുള്ളതല്ലേ ഒരു സമരത്തിന്റെ ശക്തി? അപ്പൊ ഒറ്റയാൾ സമരങ്ങൾ താൻ ഒറ്റയ്ക്കാണെന്ന് ഉള്ള തരത്തിലായി അതല്ല, അതെനിക്ക് വിയോജിപ്പുണ്ട്. ആളെ കൂട്ടുക എന്നുള്ളതല്ല, ഈ ആശയം, നമ്മുടെ ആശയം ഉണ്ടല്ലോ, നമ്മുടെ ആശയം ജനത്തിന്റെ ഹൃദയം ലേക്ക് എത്തുക എന്ന് പറഞ്ഞ ആളെ കൂട്ടണമെന്നല്ല. കാരണം ഞാനിവിടെ ഒറ്റയ്ക്ക് സമരം ചെയ്തപ്പോൾ അത് അനേക പത്രങ്ങളും അനേക കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നല്ലതാണ്. ഞാൻ ഒറ്റയ്ക്ക് തിരുവോണത്തിന് സമരം ചെയ്തിട്ടുണ്ട്, തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ. അങ്ങനെയൊക്കെ നടത്തിയ ഞാനിപ്പോ ഇതിൽ നിന്നകത്ത് പറയാൻ പോയത് സാറേ, ഞാൻ 2-3 ദിവസം നിങ്ങളെ സാർമാരെയൊക്കെ വിളിച്ചതാണ്. നമ്മുടെ കേക്ക് രാഷ്ട്രീയം, അതുപോലെ കൊലപാതക രാഷ്ട്രീയം, ഈ സമയം ഇതിന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം എനിക്കുള്ളത്. ഞാൻ അതിനകത്ത് കാണുന്നത് ഈ കേക്ക് രാഷ്ട്രീയത്തിൽ അതിനകത്ത് കേക്കും കൊണ്ട് പോയുന്ന ആൾക്കാർക്ക് ഒരു കാര്യം വിസ്മരിക്കുന്നുണ്ട്. ഈ യേശു ക്രിസ്തുവിന്റെ ജനനമാണല്ലോ സാറേ ഈ കേക്കും കൊണ്ടേ പോണത്, ക്രിസ്മസ്. ഈ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ക്രിസ്മസിന് കേക്കുമായി കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരിക്കലും യേശു കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. സാർ എന്നെ പോയിന്റ് പിടിയിട്ടുണ്ടോ? യേശു കർത്താവ് ബൈബിളിൽ പറയുന്നുണ്ട്, യേശുവിന്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികളുണ്ട്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പുലയനാ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പുലയ ജാതിയിൽപ്പെട്ടവനാ. ചരിത്രത്തെ വിശ്വസിക്കുന്ന ഒരാളല്ല, അങ്ങനെ സാറ് വിശ്വസിക്കുന്ന പോലെ ഒരു വിശ്വാസി അല്ല ഞാൻ അതാ പറഞ്ഞത്. ഞാൻ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ആഴത്തിൽ യേശു പറഞ്ഞ ഒരു വാക്കിലാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം. യേശു ഒരു വാക്ക് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിന് ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കാത്തിരിപ്പ് ജനസമൂഹത്തിലേക്ക് എത്തുകയാണെങ്കിൽ സാറ് പറഞ്ഞ ഈ കൊലപാതകവും ഈ പറയുന്ന അപമാനിക്കുന്ന തരത്തിലും ഈ പറയുന്ന കേക്കരെ സകലതും മാറ്റപ്പെടേണ്ട അത് ശക്തമായിട്ട് നടക്കും. സാറ് പറയുന്നത് കറക്റ്റാണ്. കൊലപാതകം എല്ലാവരിലും ഉണ്ട് സാറേ. ഈ വെറുപ്പും പകയിൽ നിന്ന് സാധനം വന്നത് ശരിയല്ലേ സാറേ? പകയിൽ നിന്നും വെറുപ്പിൽ നിന്ന്, ഈ പകയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം നമുക്ക് വേണ്ട സാറേ. നമുക്കത് വേണ്ട. ഈ ഇങ്ങനെ ഞാൻ ഇത് പറയുമ്പോ സാറേ ഒരു വരി പാട്ട് ഞാൻ സാറിനെ ശ്രദ്ധയിൽപ്പെടുത്തത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉപകാരം. അതിങ്ങനെയാണ്, കർത്താവേ നിന്ദാത്മാവാ നിറയ്ക്കണമേ നിറയ്ക്കണമേ എന്ന് പറയാം. ആ കർത്താവിന്റെ ആത്മാവിലെ ശക്തി നിറഞ്ഞാൽ സത്യമായിട്ടും ഈ ഇന്ത്യ രാജ്യം യേശുവിന്റേതായി തീരും സാറേ. ഞാൻ അതിനുവേണ്ടി കാരണം ദ്രാവിഡ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ, സാറ് ഓർക്കുന്നുണ്ടോ? അതിനെയാണ് ഹിന്ദു ആക്കി മാറ്റിയത്. ഈ ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈഷ്ണവൻ, ശൂദ്രൻ, ഇവൻ വരവനാ.
അതൊന്നും അങ്ങനെയൊക്കെ നമ്മൾ എനിക്കൊന്നും അതൊക്കെ തെറ്റായ കാഴ്ചപ്പാടാണ്. ഹിന്ദു എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനാണെന്നാണ്. അല്ലേ സാർ? അല്ല, ഹിന്ദു എന്ന് വിചാരിച്ചാൽ സിന്ധു നദീ തീരത്ത് ജീവിക്കുന്നവൻ അങ്ങനെയല്ലേ? നമ്മളെ ഹിന്ദു എന്ന് വിളിച്ച പേർഷ്യക്കാരല്ലേ? അതെങ്ങനെയാണ് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും നോക്കിയാണോ പേർഷ്യക്കാർ ഹിന്ദു എന്ന് വിളിച്ചത്? സാറ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ഒരു ചോന, ഞാൻ പെലയനാണ്, ഒരു ചോന ഒരു ദിവസമെങ്കിലും ശബരിമലക്കകത്ത് ശാന്തിയായിട്ട് പ്രതിഷ്ഠിക്കാൻ സാറിനൊന്ന് പറയാമോ? ഞാനത് അതിലും അങ്ങേയറ്റത്ത് സന്തോഷിക്കുന്ന ഒരാളാണ്. നമുക്ക് ജാതിയെ നോക്കാതെ മതം നോക്കാതെ ക്ഷേത്രങ്ങളിൽ എല്ലാ ഇടങ്ങളിലും ആളുകൾക്ക് ഹിന്ദുവിടെ പോയി സാറേ, ഹിന്ദുവിടെ പോയി. ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ സിന്ധുവിന്റെ തീരത്തിരിക്കുന്ന മനുഷ്യരെ നോക്കി മറ്റാളുകൾ പറഞ്ഞതാ ഹിന്ദു അല്ലെ? നമ്മളിതിപ്പോ ടോപ്പിക്കൊക്കെ വിട്ടുപോകും. ബ്രാഹ്മണനൊക്കെ ഇന്ത്യയിൽ ആകെ 3% വരുന്ന താഴെയുള്ള ഒരു വിഭാഗമാണ്. ഇന്ത്യ എന്നാൽ വ്യാസൻ ബ്രാഹ്മണനാണോ? വാൽമീകി ബ്രാഹ്മണനാണോ? ഇന്ത്യയിലെ ടാൻസൻ, സംഗീതത്തിന്റെ ഏറ്റവും വലിയ മൈലുകൾ താണ്ടിക്കടന്ന ടാൻസൻ ബ്രാഹ്മണനാണോ? ഈ നാട്ടിലെ ഖജരാവ് മുതൽ നീണ്ടു നിൽക്കുന്ന ഈ ആർക്കിടെക്ചറും സാംസ്കാരിക കലയുമൊക്കെ ബ്രാഹ്മണ്യമാണോ? ബ്രാഹ്മണ്യമല്ലാത്ത എന്തൊക്കെയുണ്ട് ഈ നാട്ടിൽ? ശാസ്ത്രരംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത് നിങ്ങൾ എല്ലാറ്റിനെയും കൊണ്ടുപോയി ഈ ബ്രാഹ്മണ്യെ തെരഞ്ഞു പോകുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യ എന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. സിഖ് മതക്കാരുണ്ട് ഇവിടെ ബുദ്ധമതക്കാരില്ലേ? ലോകത്ത് ഇന്ത്യ അറിയപ്പെടുന്നത് ബുദ്ധന്റെ ഒരു യാത്ര ചെയ്ത ഇടം എന്ന നിലയിലാണ്. തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽ പെട്ടാൽ പോലും ദോഷമുണ്ടെന്ന് സാറേ ഇന്നും പാലക്കാട് ഇല്ലേ സാറ്? സാർ അവിടെ ദളിതനോട് കാണിക്കുന്ന ഇതില്ലേ? ഇപ്പൊ അംബേദ്കർ പറഞ്ഞില്ലേ സാറേ? അംബേദ്കർ ജാതിയും മതവും ഇന്നും മനുഷ്യരിൽ സൂക്ഷിക്കുന്ന ഇരുളടഞ്ഞ ആത്മാക്കളുണ്ട്. അവരെ തള്ളിക്കളയുന്നേ. അവരൊന്നും ഇനി അപ്രസക്തരായി കഴിഞ്ഞു. ഡോക്ടർ അംബേദ്കർ നമുക്ക് നൽകിയിട്ടുള്ള ഭരണഘടന കൊണ്ട് അവരൊക്കെ അപ്രസക്തരായി കഴിഞ്ഞു. നിങ്ങൾ ഇനി അവരെ ഇങ്ങനെ ചെയ്തു, ഇവരെ അങ്ങനെ ചെയ്തു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബ്രാഹ്മണ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, തൊട്ടുകൂടാത്തവൻ എന്നൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഇനി ഈ സമൂഹത്തിൽ ഒരു പ്രസക്തിയുമില്ല. അതൊക്കെ അവസാനിച്ച ആളുകളാണ്. അവരത് ഇനി വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ പൊതുനിരത്തിൽ പൊതു ഇടങ്ങളിൽ വന്നത് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി നമുക്കറിയാം എങ്ങനെയാണ് അവരെത്ര പിന്നോക്കാവസ്ഥയിൽ നിന്നാണ് മുന്നോട്ട് വന്നത്. അവസാനത്തെ ഒരു വാക്ക് സാറേ, അതിനുവേണ്ടി തന്നെയാണ് പറയും എല്ലാത്തിനും പരിഹാരം യേശു കർത്താവ് രണ്ടാമത് വരും സാറേ. ഏടിയെന്ന് ചരിത്രം ഏടിയാക്കില്ലേ? അതൊക്കെ വരട്ടെ. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. നന്മ രാജ്യത്ത് പുലരട്ടെ. ശ്രീ തിലകനും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. ശരി. അതായത് അങ്ങയുടെ ഒറ്റയാൾ പോരാട്ടങ്ങളും ശക്തമായി തുടരട്ടെ. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പല ആളുകളും പറയുന്നത് ഞാൻ ഈ പൊതുവേദിക്കിടയിൽ ചില സോഡയൊക്കെ കുടിക്കണമെന്നൊക്കെ ആളുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ബഹളം വയ്ക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഷോർട്ട് ബ്രേക്ക്. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ബത്തേരി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അന്വേഷിക്കും. ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴിയെടുത്തു. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം കൊഴുക്കുന്നു. ആരോപണ വിധേയനായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് CPM ആവശ്യം. നാളെ MLA ഓഫീസിലേക്ക് CPM മാർച്ച്. IC ബാലകൃഷ്ണന്റെ പേരടക്കം പരാമർശിച്ച വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ കത്ത് ആയുധമാക്കി CPM. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണന്റെ വിശദീകരണം. NM വിജയന്റെ ആത്മഹത്യ ആദ്യ സംഭവമല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ്. മുൻപും ഒരു കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. IC ബാലകൃഷ്ണനെതിരെ കേസെടുത്ത് സമഗ്രമായ അന്വേഷണം വേണമെന്നും K റഫീഖ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തോട് യാത്ര പറയുന്നു. കേരള രാജ്ഭവനോട് വിട പറഞ്ഞ് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചു. കൊച്ചിയിൽ നിന്ന് വൈകുന്നേരം ഡൽഹിക്ക് പുറപ്പെടും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക യാത്രയയപ്പില്ലാതെ. മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തെ തുടർന്നാണ് യാത്രയയപ്പ് ഒഴിവാക്കിയതെന്ന് സർക്കാർ വിശദീകരണം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ജില്ലാ കളക്ടർ
യെസ്, പൊതുവേദി തുടരുന്നു. ജസ്റ്റിൻ രാജ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജസ്റ്റിൻ രാജ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജസ്റ്റിൻ രാജിന് എന്ത് തോന്നുന്നു? നമ്മുടെ രാജ്യത്ത് ഒരു ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം വിവാദങ്ങൾ വേണ്ടിയിരുന്നു എന്നാണോ, അതോ ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടത് തന്നെയാണ്? ആ, എനിക്ക് തോന്നുന്നത് ജസ്റ്റിൻ രാജ് ടെലിഫോൺ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സൂപ്പി. ഹലോ. യെസ്, ശ്രീ സൂപ്പി കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് അല്ലേ? അതെ. തിരക്കിൽ പെട്ടുപോയി അല്ല? ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച കൂട്ടുകാർക്കൊപ്പം ഉല്ലസിക്കുകയായിരുന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ആ, യെസ്, നമസ്കാരം. അവിടെ നമസ്കാരം. അപ്പോൾ ശ്രീ സൂപ്പി എങ്ങനെയാ? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചു മുമ്പേ ഒരു പൊലയൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് സംസാരിച്ചു. പൊലയൻ എന്നല്ല, ആള് തിലകൻ, അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു പൊലയൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിലകനാണ്. തിലകൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തു അതല്ല നമ്മളിപ്പോ ചർച്ച. നമ്മുടെ ചർച്ച മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തോട് അപമാനിച്ച കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെ പക്ഷെ അതാണ് ചർച്ചയിൽ നിങ്ങൾ എന്താക്കണം, സൂചിപ്പിക്കണം അവരോട്. നിങ്ങൾ അത്തരം കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം എത്ര കോടിക്കണക്കിന് ജനങ്ങൾക്ക് കടങ്ങള്, ലക്ഷക്കണക്കിന് ആളുകൾ കടങ്ങൾ എഴുതി തള്ളിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാ. പിന്നെ ഇവിടെ ഇപ്പൊ നടക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അത് കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. പക്ഷെ അദ്ദേഹത്തോട് കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹം തന്നെ കാണിച്ചിട്ട് കാരണം നിങ്ങൾക്ക് കേരളത്തിലെ ഒരു ചാനലിൽ പോലും അദ്ദേഹത്തിന്റെ ആ സംസ്കാരം ചടങ്ങിനെ ഒരു അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. പിന്നെ ദൂരദർശന് മാത്രമേ അടുപ്പിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിന്റെ ആഭ്യന്തരമന്ത്രിന്റെ ഒക്കെ അങ്ങോട്ടേക്ക് പോക്കെ കാണിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മുടെ ഏത് രീതിയിലാണ് പിന്നെ സംസ്കാരം നടത്തേണ്ടതെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയില്ല. കാരണം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം ചുറ്റി സഞ്ചരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം രാജ്യത്തിന്റെ താങ്കളുടെ ആരോപണം അല്ലേ? ഇന്ത്യയുടെ ആവശ്യത്തിനല്ല പോകുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമാവശ്യത്തിനാണ്. വ്യക്തിപരമായ ആവശ്യത്തിനല്ലേ? വ്യക്തിപരമായ ആവശ്യത്തിനാണോ ഒരു പ്രധാനമന്ത്രി മറ്റൊരു സ്ഥലത്തേക്ക്? ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറയുന്നത് നരേന്ദ്രമോദി എന്തിനാ പോകുന്നത്? അദ്ദേഹം കണക്ക് കാണിക്കണം എന്തിനാ പോയെന്നുള്ളത്. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് അദ്ദേഹം ഈ വിമാനത്തിലൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോകുന്നത്. പോയത് തന്നെ പിന്നെയും പോവാ. എന്തിനാ നേട്ടം ഉണ്ടാക്കിയത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അത് നമ്മുടെ രാജ്യത്തുണ്ടാക്കേണ്ട ചില സൗഹൃദ ബന്ധങ്ങൾ, ഒപ്പം ചില വാണിജ്യ വ്യാപാര കരാറുകൾ. ഇപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് ചില സാഹചര്യം മുതലാക്കി വളരെ ചുരുങ്ങിയ ചെലവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു. വിദേശികൾ ഇപ്പോൾ വന്നിട്ട് ഈ ചടങ്ങിന് വന്നിട്ട് അവരോട് എന്താ കാണിച്ചത്? നല്ല സീറ്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിലുള്ള ചർച്ച നടത്തിയത് അല്ല, സീറ്റല്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഭൂട്ടാന്റെ രാജാവാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം അവിടെ ഗൺ സല്യൂട്ടൊക്കെ നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നു. പ്രധാനമന്ത്രി എഴുന്നേറ്റ് ഇന്ത്യയിൽ വിദേശികൾക്ക് വേണ്ടത്ര പരിഗണന കേന്ദ്ര സർക്കാർ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഈ തോമസ് മാത്യു എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് നല്ല പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. CC സിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് VP സിംഗ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. VP സിംഗും വിശ്വനാഥ് പ്രതാപ് സിംഗ് അന്നത്തെ ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹവും ഇന്ത്യ കണ്ട ഒരു നല്ല പ്രധാനമന്ത്രിയായിരുന്നു. രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്നു, അപമാനിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടപ്പറപ്പാണ്. വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ അപമാനിച്ചു, അതിനപ്പുറം എന്തു വേണം എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം ചോദിക്കുന്നു. ഷാഹീൻ EK ആമേൻ എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നു. അതേസമയം ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, ജോസഫ് ഇന്നലത്തേതിൻ്റെ ബാക്കി ഇന്ന് ചോദിച്ചു വാങ്ങിയതാണ്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുന്നത് പോലെ മാധ്യമങ്ങളെയും സഖാക്കന്മാർ കൊണ്ട് വാരാൻ നോക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ല, ഇത് പൊതുവേദിയല്ലേ, പൊതുകാര്യങ്ങൾ പറയുക എന്നാണ്. ചിലപ്പോൾ അത് ശ്രീ ജയകുമാർ, ഞാൻ ഒരുപാട് CPM കാര്യമൊക്കെ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഇത് പൊതുവെ പറയുന്നത് അവരുടെ
ചേരിയിൽപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ വേണ്ടത്ര രീതിയിൽ ആളുകൾ അത് ഏറ്റു പറയുന്നില്ല, ആ കാര്യം പുറത്തു പറയുന്നില്ല എന്നൊരാക്ഷേപം അവർക്കുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ എല്ലാ ഘട്ടത്തിലും മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും CPM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ അവിടേക്ക് പോവുകയും ആ വിഷയം വളരെ ഗൗരവത്തോട് തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ക്രൂരതകൾ അവർക്ക് നേരെ നടന്നത് വളരെ ക്രൂരമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ സുധീഷിൻ്റെ ഒരു സംഭവം അവിടെ കണ്ണൂരിൽ ചെന്നറിഞ്ഞപ്പോൾ വളരെ അധികം ദുഃഖം തോന്നി. ഒരു മഴ കൊണ്ട് മനുഷ്യനെ വെട്ടി വല്ല വിറക് കഷ്ണം പോലെ കൊല്ലുക എന്നൊക്കെ പറയുന്നു അതിക്രൂരമായ ചില സംഭവങ്ങൾ. അപ്പോൾ അത് കൂടി അവർ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഏതായാലും ഇതെല്ലാവരും നിർത്തിയാൽ, ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ ഇതെല്ലാവരും നിർത്തിയാൽ ഈ വിഷയം അവസാനിക്കും. അടുത്ത കോളർ ബിനോയ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ ബിനോയ് കേൾക്കാമോ? കേൾക്കാം മനു. ശ്രീ ബിനോയിനെ ഇന്നലെ ഞാൻ പിന്താങ്ങിയെന്ന് പറഞ്ഞ് എനിക്ക് വലിയ ആക്ഷേപം നേരിടേണ്ടി വന്നു അല്ലേ? എങ്ങനെ പിന്താങ്ങി? അല്ല, ശ്രീ ബിനോയ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ബിനോയ് അല്ലേ ഇന്നലെ എന്നോട്? ആയിരുന്നു. അപ്പൊ എന്നോട് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചു, ബിനോയ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, അവർ ചെയ്യുന്ന കൊലപാതകങ്ങളെ കുറിച്ച് ഞാൻ എന്താ ചോദിക്കാതിരുന്നതെന്ന്. ഞാൻ അതും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ വിഷയം. നമുക്ക് ഇതിലേക്ക് കിടക്കാം. 100% അദ്ദേഹത്തിന്റെ ഇത് വേണ്ടത്ര കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും അമിത്ഷായും വേണ്ട രീതിയിൽ ഇത് പരിഗണിച്ചില്ലെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശ്രീ ബിനോയ് ഒരു കോൺഗ്രസ് നേതാവല്ലേ, അവർ പറയുന്നത് പോലെ ഈ നരസിംഹറാവുവിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതുപോലെ പ്രണബ് മുഖർജിയുടെ മകൾ വന്ന് പറയുന്നു, എൻ്റെ അച്ഛനെയും കോൺഗ്രസ് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. ബാബായുടെ മരണം എന്ന ആ സമയത്ത് ഒരു CWC ചേരാനോ ഒരു അനുശോചന പ്രമേയം പാസ്സാക്കാനോ പോലും അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ ശ്രീ? ഒരു വാസ്തവവും ഇല്ല. അല്ല, ഇപ്പോഴത്തെ കാര്യം നമ്മൾ മൻമോഹൻ സിംഗിന്റെ ആണ്. അതൊക്കെ നമ്മൾ ഒരുപാട് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തിയതാണ്. അപ്പൊ ഇപ്പം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അത് വേണ്ട രീതിയിൽ രാജ്ഘട്ടിൽ തന്നെ മൻമോഹൻ സിംഗിന് സ്മൃതി മണ്ഡപം ഒരുക്കേണ്ടതുള്ളതാണെന്ന് പറഞ്ഞു 16 ദിവസത്തിനത് തീരുമാനമെടുത്ത് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ലോകത്ത് ഞാൻ പറയുമ്പോൾ ഇന്ത്യയുടെ, അതായത് നെഹ്റു കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൻമോഹൻ സിംഗ് ആണ്. അതായത് അദ്ദേഹത്തിന് ലോകം വിശേഷിപ്പിക്കുന്നതല്ല, ഇന്ത്യ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? അല്ല, ഇന്ത്യയും ഇപ്പൊ അദ്ദേഹത്തെ ഒരു പണ്ഡിതൻ എന്ന കാര്യത്തിൽ തർക്കമല്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, പണ്ഡിതനിലുപരി അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രമായി ലോകത്ത് അമേരിക്കയുടെ ഒരു ടൈമിൽ പാർട്ട് ടൈമർ ആയിരുന്നു. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രത്തിന് ഉപദേശം കൊടുക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്കും മനുവിനുമെല്ലാം അതിൽ അഭിമാനിക്കാം. അല്ല, ഞാൻ അത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കൂടുതൽ ഒരു വലിയ നയതന്ത്ര വിദഗ്ധൻ. ആരും പറയാത്തൊരു കാര്യമാണ് കേട്ടോ. മൻമോഹൻ സിംഗ് വലിയ നയതന്ത്ര വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യ ചൈന ബന്ധം ഏറ്റവും ഊഷ്മളമായി തിരിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് അമേരിക്കയിൽ അദ്ദേഹം അന്ന് ജോർജ് W. ബുഷ് ആയാലും ബരാക് ഒബാമയോടൊക്കെ നല്ല അടുത്ത ബന്ധം സൂക്ഷിച്ചു. ഇന്ത്യക്ക് സൈനികേതര ആണവ ഊർജ്ജം ലഭ്യമാക്കുന്നതിന് വേണ്ട കൃത്യമായ നടപടികൾ. എന്തിന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ വലിയ അന്ന് സഹായഹസ്തങ്ങൾ നീട്ടി ഹമീദ് കർസായി ഇന്ത്യയിലേക്ക് വന്നു? എന്തിന് ആഫ്രിക്കൻ രാജ്യങ്ങൾ 15ഓളം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെ ഒരു ആഫ്രിക്കൻ സമ്മിറ്റ് വെച്ച് അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നു. അങ്ങനെ മൻമോഹൻ സിംഗ് ഒരു വലിയ ഒരു നയതന്ത്ര വിദഗ്ധൻ കൂടിയായിരുന്നു എന്നാണ് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. നയതന്ത്ര വിദഗ്ധൻ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് സാധാരണക്കാരന്റെ ഇടയിൽ, അതായത് 30 കോടി ഇന്ത്യക്കാർക്ക് നേരിട്ട് അവരുടെ ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ പദ്ധതിയിലൂടെ അവരെ നേരിട്ട് അതിനകത്ത് ബന്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒരുപാട് ഇന്നത്തെ പ്രധാനമന്ത്രിയും ഇന്നത്തെ അമിത്ഷായും അവരുടെ പാർട്ടിയും എല്ലാം ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എതിർപ്പൊന്നും ആരും പ്രകടിപ്പിച്ചില്ല. ഇതിൽ അഴിമതിയാണ്, നടത്താൻ പറ്റൂ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറയട്ടെ, ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മെനഞ്ഞാന്നായിരുന്നു സത്യത്തിൽ ആരാണ് മൻമോഹൻ സിംഗ് എന്ന് മനസ്സിലായത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ശേഷം സാമ്പത്തികപരമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി, അതായത് അന്ന് കോൺഗ്രസും മൻമോഹൻ സിംഗും ഉണ്ടാക്കിയ ഒരു പദ്ധതി അല്ലാതെ അതിനുശേഷം ജനപ്രദമായിട്ടുള്ള ഒരു പദ്ധതി പോലും ഈ NDA ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മൻമോഹൻ സിംഗിന്റെ ഈ ജീവിത ചരിത്രം ഒരു വലിയ മഹാബുക്കായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ NDA ഗവൺമെന്റ് ഇറക്കി വരുന്ന നമ്മളുടെ പിന്മുറക്കാർക്ക്, നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് മൻമോഹൻ സിംഗ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. മൻമോഹൻ സിംഗ് ചെറിയ ഒരാളായിരുന്നില്ല. പണ്ട് പത്രങ്ങൾ അദ്ദേഹത്തെ പറ്റി എഴുതി സിംഗ് ഈസ് കിങ് എന്ന്.
അത് ഇപ്പം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയം സെൻസെക്സിലൊക്കെ വലിയ മാറ്റങ്ങൾ വെച്ചപ്പോൾ ഒരു സാമ്പത്തിക അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലവും അങ്ങനെ മനു. അദ്ദേഹം വെറും ഇല്ലായ്മക്കാരനായി റാന്തൽ വട്ടത്തിൽ പഠിച്ചു വന്ന ഒരു വെറും ഇല്ലായ്മക്കാരൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 2% അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി. കോൺഗ്രസും അവിടെ വലിയ ത്യാഗം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും. കാരണം 2% മാത്രമുള്ള സിഖ് വംശജനായ ഒരാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുവാൻ കോൺഗ്രസിനെ കണക്കുള്ള ഒരാൾക്കേ സാധിക്കത്തുള്ളൂ. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ബാബു ആറ്റിങ്ങലിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാബുവിന് കേൾക്കാമോ? കേൾക്കാം സാർ. ശ്രീ ബാബു, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? മൻമോഹൻ സിംഗിനോട് കുറെ കൂടി ആദരവ് കാണിക്കണം ഈ രാജ്യം എന്നങ്ങ് കരുതുന്നുണ്ടോ? എനിക്കൊന്ന് ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിന് മറുപടി പറയാൻ കഴിയാത്തത്. ബാക്കർ കെ കെ എഴുതുന്നത് ഇന്ത്യയെ തകർത്ത പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്നാണ്. എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായിരിക്കാം, അത് അങ്ങനെ പറയട്ടെ. ഷാജി ഭാസ്കരൻ എഴുതുന്നു, ഈ ചർച്ച കൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതായി തീരുമോ? പ്രാദേശികമായി ഉണ്ടാകുന്ന തർക്കങ്ങളാണ് കൊലയിൽ അവസാനിക്കുന്നത്. പെരിയിൽ നടക്കുന്നതും അതുതന്നെ. മരിച്ചവർ പലരും അക്രമക്കേസുകളിലും പ്രതിയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നന്നായാൽ, ഒരു മനസ്സ് തിരുത്തിയാൽ തിരുത്തട്ടെ, അതിന് എത്ര വേണമെങ്കിലും പറയാം. കാരണം ഇത് നമ്മുടെ നാടിനെ അത്രമാത്രം വേദന. ഞാനിത് പലയിടത്തും ചെന്ന് കണ്ടു ഷാജി. കൊന്നവരെയും കൊല ചെയ്യപ്പെട്ടവരുടെയും ആരും സന്തുഷ്ടരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പീതാംബരൻ്റെ വീട്ടിൽ പോയെന്ന്. ആ കുടുംബം തകർന്ന് ചിന്നഭിന്നമായില്ലേ? ആ ഒരൊറ്റ പ്രശ്നത്തിൽ പീതാംബരൻ ഇടപെടുന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായി മാറി? അവിടെ ഒരു അമ്മയുണ്ട്, അവരിതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനത് കണ്ടതാണ്, ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ചതാണ്. അവരൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകൻ ഒരു കൊലയാളിയായി ഇങ്ങനെ അറിയപ്പെടണമെന്ന് അവരാഗ്രഹിക്കുന്നില്ല. ആ കുഞ്ഞുമോൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരോട് സംസാരിച്ചതും കണ്ടതുമാണ്. അവരോടൊന്നും നമുക്ക് ആർക്കും, നിങ്ങളുടെ പാർട്ടിക്കാർക്കും ഒരു മറുപടിയും പറയാനില്ല. എം മണി എന്ന അന്ന് മന്ത്രിയല്ലായിരുന്നു. അപ്പോഴൊക്കെ സുധാകരൻ്റെ ഭീഷണി പ്രസംഗം മറന്നു പോകുന്നത്. അന്ന് മന്ത്രിയല്ല, പിന്നെ ജയിലിലായപ്പോൾ പിടിച്ച് മന്ത്രിയാക്കി. കാരണം അതാണ് അതിലെ വൈരുദ്ധ്യം. ഇത് എം മണി എന്ന മനുഷ്യനെ ഭരണ മികവ് കണ്ട് പെട്ടെന്നങ്ങനെ മന്ത്രിയാക്കിയതല്ല. അദ്ദേഹം ഈ 1, 2, 3 പ്രസംഗം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. അതിൽ നിന്നും ഞാൻ മറന്നുപോയിട്ടില്ല. സുധാകരൻ്റെ ഭീഷണി, സുധാകരനും ഇതേ പ്രയോഗം തന്നെയാണ്. സുധാകരൻ്റെ പ്രയോഗവും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇരന്ന് വാങ്ങിയതാണ് കൊലപാതകം എന്നൊക്കെയുള്ള തരത്തിലാണ്. ഏതായാലും അദ്ദേഹം ഈ ഗാന്ധിയൻ വാല്യൂസ് എന്ന് കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ആ വിഷയത്തിലേക്ക് കുറെ കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഈ ഘാട്ട് കരാർ, ആസിയാൻ കരാർ കൊണ്ടുവന്ന് ഇന്ത്യയിലെ കർഷകരെ പട്ടിണിയിലാക്കിയത് മൻമോഹൻ സിംഗ് ആണ് എന്ന് കെ ബാക്കർ പറയുന്നു. ഏതായാലും ഇന്ത്യയിലെ കാർഷിക കടങ്ങൾ അതുപോലെ എഴുതിത്തള്ളിയ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്ന് കോൺഗ്രസ്സുകാരും പറയുന്നു. അങ്ങനെ വിവാദം അങ്ങനെ തുടരുകയാണ്. സന്തോഷ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്. സന്തോഷിന് മൻമോഹൻ സിംഗിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പേ ധനമന്ത്രിയായിരുന്ന സമയത്ത് ആ ധനമന്ത്രിയുടെ കർക്കശമായ ആ നിലപാടുകൾ കൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യം മറ്റുള്ള രാജ്യങ്ങൾ സ്തംഭനത്തിൽ പോയപ്പോൾ പിടിച്ചു നിന്നത്. ഇന്നിവിടെ ചർച്ചയിൽ മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തുന്നവർ ഇന്ന് ഈ ഇന്ത്യയുടെ സുഖം അനുഭവിക്കുന്നത് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഹലോ, അപ്പോ ഇപ്പോ മൻമോഹൻ സിംഗ് അന്തരിച്ചു കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ചത് അങ്ങേയറ്റം ഒരു ലജ്ജാകരമായ കാര്യമാണ്. കാരണം ദേശീയ പതാക മടക്കുമ്പോൾ പ്രധാനമന്ത്രി അമിത്ഷാ എണിച്ചു നിന്നിട്ടില്ല. ദേശീയ പതാകയെ അപമാനിക്കുക കൂടി ചെയ്യാണ്. പിന്നെ നമ്മുടെ നാട്ടിലറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്മൃതി മണ്ഡപം പണിയുന്നത്. അല്ലാതെ ഒരിടത്ത് മരിച്ച് അടക്കി കഴിഞ്ഞ് ദയിപ്പിച്ചു കഴിഞ്ഞ് വേറെടുത്ത് കൊണ്ടല്ല സ്മൃതി മണ്ഡപം പണിയേണ്ടത്, അല്ലേ? ആ മരിച്ച് അടക്കിയെടുത്തല്ല വേണ്ടത്. പിന്നെ രണ്ടാമത് ഈ പെരിയ കേസിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ പറഞ്ഞു. അതിനും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാസർഗോഡുകാരനായിരിക്കുന്നതിന് എനിക്ക് ലജ്ജാകരാവും. കാരണം ഈ പെരിയ കേസ് എന്നല്ല, ഏത് കേസായാലും ഈ വിളിച്ച പ്രേക്ഷകർ എല്ലാവരും, കേൾക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇത് വിളിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണടച്ച് ചിന്തിച്ചു നോക്കുക, ഒന്നാലോചിച്ച് നോക്കുക. നിങ്ങളെ വീട്ടുകളിലേക്ക് നിങ്ങളെ അച്ഛനോ ചേട്ടനോ മകനോ ഒരു വെള്ള കെട്ട് തുണിയായിട്ട് വരുമ്പോൾ നിങ്ങൾ അന്നേരം നിങ്ങൾ മനസ്സിലാക്കുള്ളൂ രാഷ്ട്രീയത്തിന്റെ ഈ എണ്ണം പറച്ചിലുള്ള കൊലപാതകമില്ലേ, അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കെട്ട് ഒരു പായിൽ കീറപ്പായിൽ കൊണ്ടുവരണം. അന്നേരം നിങ്ങൾ ചിന്തിക്കും ഇത് മറ്റുള്ളവന് പറ്റുമ്പോൾ എന്താണ് അവസ്ഥ എന്ന്.
ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും എണ്ണം പറയാൻ. ഇത് മനസ്സിലാക്കണം. ഇത് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന ലാഘവത്തോടെ 1-1 2-2 എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അതെ 1-2 ഞാൻ നേരത്തെ മനസ്സാർ പറഞ്ഞ പോലെ ഞാൻ ഒന്നിനെ വെട്ടിക്കൊന്നു ചവിട്ടിക്കൊന്നു കുത്തിക്കൊന്നു എന്ന് പറയുന്നത് ആ എണ്ണം പറയുമ്പോ ഏത് പാർട്ടിക്കാരായാലും കോൺഗ്രസ് ആയാലും സുധാകരനായാലും അങ്ങനെയാണ്. ഈ പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് അവിടെ നിന്ന് ആവേശം കയറ്റി വിടാനേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ മക്കളും ചേട്ടനും അനിയനും ഒക്കെയാണ് ഈ ശവമായിട്ട് വരുന്നത്. ആദ്യത്തെ 2 ദിവസം ഇല്ലെങ്കിൽ 1 മാസം നിങ്ങൾക്ക് ഇംഗുലാം വിളിച്ചും പിരിവെടുത്തും നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ മക്കളാണ് ഈ നിങ്ങൾ മരണം വരെ നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കേണ്ടി വരുന്നത് നിങ്ങളാണ്, അല്ലാതെ ഈ രാഷ്ട്രീയക്കാരല്ല. അത് ചിന്തിക്കണം. അത് വളരെ വളരെ കൃത്യമാണ്. ഞാൻ ഈ ശരത് ലാലിൻ്റെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. ഒരുപക്ഷെ ഒരു വീട്ടിലൊരു സഹോദരിയുടെ വിവാഹം നടക്കുമ്പോൾ ആ വീട് അത്രമാത്രം സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ്. അവിടെ ഒരുപാട് പ്രമുഖർ ആ വിവാഹ ചടങ്ങിൽ വന്നതിൻ്റെ ഫോട്ടോകൾ ഞാൻ കണ്ടു. പക്ഷേ അവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. കാരണം ആ വിവാഹവേദിയിൽ മുന്നിൽ നിൽക്കേണ്ട ശരത് ലാലില്ല. കൃപേഷ് അവരുടെ ഒരു സഹോദരനെ പോലെയാണ്, കൃപേഷ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആ ഒരു വേദിയിൽ എത്ര പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ വന്നിട്ടും അവർക്ക് ആ ദുഃഖം ഒരു നല്ല സന്തോഷിക്കേണ്ട നിമിഷത്തിലും ആ ദുഃഖമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വളരെ കൃത്യമാണ്. പ്രേമൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രേമൻ, മൻമോഹൻ സിംഗിനെ ജീവിച്ചിരിക്കുമ്പോൾ കോൺഗ്രസ് അവമാനിച്ചു എന്നാണ് BJP പറയുന്നത്. മൻമോഹൻ സിംഗിന് വേണ്ട അംഗീകാരം കൊടുത്തില്ല, അദ്ദേഹത്തെ ഒരു പാവയാക്കി കൊണ്ടു നടന്ന എന്ന ആരോപണം വേറെ വശത്ത് ശക്തമായി ഉയരുകയാണ്. മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് അപമാനിച്ചോ BJP അപമാനിച്ചോ? ഇതൊന്നല്ല ഞാൻ പറയുന്ന വെച്ചാല് നമ്മളെ മരിച്ചുപോയ പ്രധാനമന്ത്രിക്ക് നല്ലൊരു സ്ഥിതിഗതിയും പണിയാണ്. പിന്നെ രണ്ടാമത് നമ്മളെ പ്രതിപക്ഷ നേതാവിനാണ് കണ്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ട് അല്ലല്ലോ, അങ്ങനെ കാണിക്കുമ്പോൾ ചാനൽ കാണുന്നില്ലല്ലോ. അതവരുടെ വലിയ ആരോപണം. എന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻനിരയിൽ മുഴുവൻ പ്രധാനമന്ത്രിയും അമിത്ഷായും ഇരുന്നു കവർ ചെയ്യാനുള്ള ഒരു അവകാശം ദൂരദർശന് കൊടുത്തു. അവർ മുന്നിലുള്ള ആളുകളെ മാത്രം കാണിച്ചു. ഈ മൻമോഹന്റെ ഗുരുശരൻ ഭാര്യയുണ്ട് കാണിച്ചില്ല. മൻമോഹൻ അത് വലിയ പ്രാധാന്യം കൊടുത്തില്ല. കൂടുതൽ സമയം ഇവരെയാണ് കാണിച്ചതെന്നുള്ളതാണ് അവരുടെ ഒരു ആരോപണം. പിന്നെ രണ്ടാമത് പ്രധാനമന്ത്രി നാളെ പോയില്ലെങ്കിൽ നാളെ അവർ പറയും പ്രധാനമന്ത്രിയും രാഷ്ട്രപതി എന്നും വന്നിട്ടില്ല, അതും ഒരു കുറ്റമായിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇന്നലെ വിളിച്ചതിന്റെ ഒരു കാര്യം പറയണ്ടായിരുന്നു. എല്ലാവർക്കും അതിലാണ് കാര്യം കൂടുതൽ പറയാൻ. അതെ, അത് ഇവിടുത്തെ സിസ്റ്റം മാറണം. സിസ്റ്റം മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതി വിധി വരും, സെൻട്രൽ ജയിലിൽ കൊണ്ടുവരും. ആടെ നല്ല സുഖമല്ലേ, സുഖവാസ കേന്ദ്രം. അവിടെയാണ് മാറ്റം വരുത്തേണ്ടത് മനു. അവിടെ സെല്ലുകൾ മാറണം. സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ സെല്ല്, ഇരിക്കാനും പറ്റത് കിടക്കാനും പറ്റത്, അങ്ങനത്തെ പോലത്തെ സെല്ലുകൾ ഇട്ടിട്ട് ഈ പൊതുമധ്യത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകം കുറയും. അതാണ് ഈ പക്ഷേ ഒരു വളരെ ശരിയായ കാര്യമാണ്. കാരണം രാഷ്ട്രീയ കൊലപാതകത്തിന് ഈ പ്രതികളായി പോകുന്നവർ പിന്നെ സുഖചികിത്സയ്ക്ക് പോകുന്നു. അവർ കല്യാണം കഴിച്ച് പാർട്ടി അവർക്ക് കല്യാണം നടത്തി കൊടുക്കുന്നു, അതിൽ പങ്കെടുത്ത് പ്രമുഖർ പങ്കെടുക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കേരളത്തെ നടുക്കി വിറപ്പിച്ച ഒരു കൊലപാതകത്തിലെ പ്രതി ഒരു പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ അങ്ങനെ വന്ന് ഞെളിഞ്ഞു നിൽക്കുകയാണ്. ആ വന്ന് നിൽക്കുന്ന ആളെയും അത് കാണുന്ന ആളുകളെയും ഒക്കെയാണ് ഞാൻ അത് അവരെ പറയല്ല, കോൺഗ്രസ്സുകാരും എല്ലാം കണക്കാരും. ഞാൻ എല്ലാ പാർട്ടിക്കാരെയും പറയുന്നത് ഒരു പാർട്ടിന്റെ അല്ല. 6 മാസം കുറിച്ചും 3 മാസം കുറിച്ചും പരേഡ് വന്നിട്ട് നാട്ടിൽ വരുമ്പോ ഗൾഫിൽ നിന്ന് വരുന്ന പോലെ ഈ സിസ്റ്റം മാറാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകം മാറൂല. നല്ല കഠിന ശിക്ഷ വേണം ഇതിന്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ സ്വൈര്യ വിഹാരം നടക്കാൻ പറ്റുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. ഇനി 2 കോളർമാർ കൂടിയുണ്ട്. നമുക്ക് സമയം വളരെ വളരെ പരിമിതമാണ്. ശ്രീ പ്രദീപ് 2 വരിയിൽ ഇത് പറഞ്ഞു തീർക്കേണ്ടി വരും. വിവാദം വേണ്ട എന്നും വിവാദം മാത്രം ഉള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും ഷമീർ പറയുന്നു. ശ്രീ പ്രദീപിനും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ശ്രീ മൻമോഹൻ സിംഗിനെ എങ്ങനെയാണ് ശ്രീ പ്രദീപ് കാണുന്നത്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. ശ്രീ പ്രദീപുമായി കുറെ നേരം സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സമയം തീരെയില്ല. കുഴപ്പമില്ല മിസ്റ്റർ മനു. ആദ്യത്തെ കാര്യം, ശ്രീ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയായി എത്രമാത്രം ശോഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. പിന്നെ ഈ നമ്മുടെ പെരിയയുടെ വിഷയം എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൊന്നവരും കൊല്ലിച്ചവരും ഇന്ന് ഒരു പാർട്ടിയിലാണ്. അപ്പം അവിടെ യാതൊരു ലോജിക്കുമില്ല. എന്തിനും ഈ വിഷയം ചെറിയ അതായത് എന്തിനും വിഷയങ്ങൾ ഉണ്ടാക്കാതെ ഒരു അല്പം സമാധാനപ്പെട്ടുകൊണ്ട് ഒരു മുന്നണിയിലാണ് പാർട്ടി, ഒരു മുന്നണി അല്ലേ,
ഒരു മുന്നണിയിലാണ് അവർ പരസ്പര ആശയവിനിമയം നടത്തുന്നു, എന്തെല്ലാം സ്ട്രാറ്റജി നടത്തണമെന്ന് വിചാരിക്കുന്നു, അടുത്ത ഇലക്ഷന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഇത് ഒരു കാര്യമാണ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ പെരിയയില് കൃപേഷും ശരത്ലാലും മരിക്കുന്ന ഏതാണ്ട് അവരെ കണ്ടം തുണ്ടം വെട്ടിക്കൊല്ലുന്ന ആ 3 മണി എന്തോണ് സമയം. ആ സമയത്ത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടില് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബസമേതം അവിടെ സദ്യ കഴിക്കുകയായിരുന്നു. അറിയോ, അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങന്മാര് പൊട്ടന്മാരാവാതെ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നില്ല കേട്ടോ സദ്യ കഴിക്കാൻ. ഫെബ്രുവരി 17 അല്ലേ, രാത്രി 7:30 സാധ്യതയില്ല. താങ്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നാമത് മുഖ്യമന്ത്രി അങ്ങനെ പോയി അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ അവിടെ ഒരു കല്യാണം എന്തോ നടന്നതാണ്. എന്റെ സബ്ജക്ട് കറക്ഷൻ എനിക്ക് തോന്നുന്നത് മകന്റെയോ മകളുടെയോ അവിടെ കല്യാണം നടക്കുന്ന സമയമാണ് ഈ പാലക്കാട്. ഇത് 2 സെൻസേഷൻ ന്യൂസായിട്ട് നടന്നൊരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കാം, രാഷ്ട്രീയത്തിൽ അമിതമായി ആരും ഒരു രാഷ്ട്രീയത്തിലും നോക്കാതെ ഏതാണ് നമ്മുടെ മനുഷ്യന് ഏറ്റവും നല്ലത്, നമ്മുടെ രാജ്യത്തിന് നല്ലത്. നമ്മൾ ചൈനയ്ക്ക് 6ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട് വികസിക്കുന്ന രീതിയിൽ മാത്രം ചിന്തിക്കുക, അല്ലാതെ അനാവശ്യമായ തൊട്ടതിനും പിടിച്ചതിനും വഴക്ക് കൂടരുത് എന്നുള്ളതാണ് എന്റെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനു സക്കറിയ പറയുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പൂർണ്ണസമയം അവിടെ വേദിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സംസ്കാര ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നാണ് അനു സക്കറിയ പറയുന്നത്. അത് ശ്രീ പ്രേമൻ അങ്ങനെ കണ്ടില്ല എന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് ശ്രീ പ്രേമൻ കാണാത്തതല്ല, അത് ഈ ടെലിവിഷനിൽ അവരെ അത്ര ഫോക്കസ് ചെയ്തില്ല, ആരോപണമാണ് കോൺഗ്രസും ഉന്നയിക്കുന്നത്. ദീപു, സമയം തീരെയില്ല, ഒരു വരി കൊണ്ട് തീർക്കേണ്ടി വരും. നമുക്ക് നാളെ വിശദമായി സംസാരിക്കാം. അല്ല, മനു തന്നെയാണ് കുറെ കാര്യങ്ങൾ ഇത് സബ്ജക്ട് വിട്ട് പോയത്. ഇത് ആളുകളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ ഞങ്ങൾക്കൊക്കെ അതിനകത്ത് പറയാനുണ്ട്. മണിയെ കുറിച്ചൊക്കെ മനു ഒരുപാട് പറഞ്ഞു. അത് പറയാം, നമുക്ക് എന്തെങ്കിലും അതിന് നാളെ സമയം തരാം. ഇന്ന് എനിക്ക് എന്തെന്ന് വെച്ചാൽ ഈ 5 മണിയാകുമ്പോൾ അടുത്ത ബുള്ളറ്റിനുമായി ആള് തയ്യാറായി നിൽക്കും. സത്യത്തിൽ ദീപു ഒക്കെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ പൊതുവേദി 1 മണിക്കൂറാക്കിയത്. ഇനി അത് കൂടുതൽ സമയമാക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമുക്ക് തൽക്കാലം ഏതായാലും ദീപുവും ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. ദീപു പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഞാനും ദീപുവിനെ എല്ലാ ദിവസവും കാത്തിരിക്കുന്നവരാണ്. ദീപു വിളിച്ചില്ലെങ്കിൽ എന്താ വിളിച്ചില്ലേ ദീപു എന്ന് ചോദിക്കുന്നതും ഞാൻ ഇപ്പോൾ ഒരു ഇതാക്കിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാറില്ലെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. ശ്രീ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വാക്ക് പാർലമെൻറ്റിൽ ഒരിക്കൽ പറഞ്ഞു. ശ്രീ സുഷമ സ്വരാജിന് മറുപടിയായാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അഭിവാഞ്ച നിങ്ങൾ തിരിച്ചറിയൂ, കാത്തിരിക്കൂ എന്ന്. സിംഗ് ഈസ് കിങ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിമർശിക്കുന്നവരുണ്ടാകാം. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. പ്രേക്ഷകരോട് ഞങ്ങൾ ചോദിച്ചത് കോൺഗ്രസ് അതിൻ്റെ ആരോപണം, മൻമോഹൻ സിംഗിൻ്റെ കുടുംബത്തെ അപമാനിച്ചു എന്ന കോൺഗ്രസിൻ്റെ ആരോപണം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ 58% ആളുകൾ ആ ആരോപണം ശരിയാണ് എന്ന് പറയുന്നു. അതേസമയം 42% ആളുകൾ അത് ശരിയല്ല എന്ന നിലപാടും വ്യക്തമാക്കുന്നു. അതാണ് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. നമുക്ക് പൊതുവേദി നാളെയും ഉണ്ടാകും. നമുക്ക് വീണ്ടും സംവദിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം.